മംഗൾ പാണ്ഡെ ആദ്യം എന്ത് ചെയ്യുന്നു, ഇതിനെ എതിർത്തുവെങ്കിലും പിന്നീട് എന്താണെന്ന് നിർബന്ധിക്കുന്നല്ലേ. എന്ത് ചെയ്തു മംഗൾ പാണ്ഡെ ഈ സാധനം കടിച്ചങ്ങ് പൊട്ടിച്ച് നേരെ ഇന്ത്യൻ വിപ്ലവകാരികളിൽ ഏറ്റവും അപകടകാരിയായിട്ടുള്ള വ്യക്തി എന്നാണ് ജനറൽ ഹ്യൂഗ്രോസ് ആരെ വിശേഷിപ്പിച്ചത്? റാണി ലക്ഷ്മിബായിനെ വിശേഷിപ്പിച്ചത്. ഒരു സ്ത്രീനെ ആ ഒരു രീതിയിൽ വിശേഷിപ്പിക്കണമെങ്കിൽ അവരുടെ റേഞ്ച് ഏത് ലെവലായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അത്രയധികം പവർഫുൾ ആയുള്ള ഒരു വ്യക്തിയായിരുന്നു ആര്? റാണി ലക്ഷ്മിബായി എന്നുള്ള. ഈ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ പുസ്തകത്തിലാണ് എന്തുള്ളത്? ചോർച്ചാ സിദ്ധാന്തമുള്ളത്. ഇപ്പോൾ ഞാൻ ചോദിക്കുന്ന സമയത്ത് പല കുട്ടികളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അപ്പോൾ നമ്മളുടെ അടുത്ത ടോപ്പിക്ക് 1857 കലാപം. എന്തായാലും നമുക്ക് ഇന്ന് ഈ ഒരു ചാപ്റ്റർ അങ്ങ് തീർക്കണം. ഓക്കെ, അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കണേ. 1857 കലാപം പല പേരുകൾ അറിയപ്പെടുന്നുണ്ട്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നുണ്ട്, ശിപ്പായി ലഹള എന്നറിയപ്പെടുന്നുണ്ട്, ഹിന്ദു മുസ്ലിം ഗൂഢാലോചന എന്ന് അഭിപ്രായപ്പെട്ട ആൾക്കാരുണ്ട്, ദേശീയ ഉണർവാണിത് എന്ന് അഭിപ്രായപ്പെട്ട ആൾക്കാരുണ്ട്. എന്തിനായാലും മനസ്സിലാക്കി വെക്കുക, 1857 കലാപമാണ് ഇത്. ഓക്കെ അല്ലേ? ഇനി ഇത് ശിപ്പായി ലഹള എന്നറിയപ്പെടാൻ ഒരു കാരണമുണ്ട്. കാരണം ഈ ഒരു കലാപത്തിന് തുടക്കം കുറിക്കുന്നവരാണ്, അത് ശിപ്പായിമാരാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു വേർഡായിരിക്കും അത്, ശിപ്പായി. എന്താ ഈ ശിപ്പായി വെച്ചിട്ടുണ്ടെങ്കിൽ, ശിപ്പായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ശമ്പളം പറ്റുന്ന ഇന്ത്യക്കാരായിട്ടുള്ള പട്ടാളക്കാരെയാണ് നമ്മളെന്ത് പറയുക? ശിപ്പായിമാരെന്ന് പറയാം. അപ്പോൾ ഈ ശിപ്പായിമാരാണ് ഈ ഒരു കലാപത്തിന് തുടക്കം കുറിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ കാരണം ഉണ്ടാവുമല്ലോ, എന്ത് കലാപമാണെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും. ആ കാരണമാണ് നമ്മളിനി പറയാൻ വേണ്ടി പോകുന്നത്. പ്രധാനമായിട്ട് 3 കാരണങ്ങളാണ് മക്കളെ നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഒന്നാമത്തേത് ശിപ്പായിമാർക്ക് ലഭിച്ചിട്ടുള്ള തുച്ഛമായിട്ടുള്ള ശമ്പളമാണ് ഒന്നാമത്തെ കാരണം. ഓക്കെ അല്ലേ? ചെറിയ പൈസ മാത്രമേ അവർക്ക് സാലറി ആയിട്ട് ലഭിച്ചിട്ടുള്ളൂ. ഒന്നാമത്തെ കാരണം അതാണ്. രണ്ടാമത്തെ കാരണം അവർ നേരിട്ടുള്ള അവഹേളനമാണ്. ഓക്കെ, വർണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയുള്ള അവഹേളനം അവർ നേരിട്ടിട്ടുണ്ടായിരുന്നു. മൂന്നാമതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ആ ഒരു സാധനം എന്ന് പറയുന്നത്? അതായത് പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള എൻഫീൽഡ് തോക്കുകളായിരുന്നു മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാരണം അല്ലേ. ഈ തോക്കുകൾ എങ്ങനെയാണെന്നൊരു കാരണമായിട്ട് മാറുക എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പുതുതായി നൽകിയിട്ടുള്ള എൻഫീൽഡ് തോക്കുകളിൽ ബുള്ളറ്റ് നിറക്കണമെങ്കിൽ ഇവരെന്ത് ചെയ്യണം? ഒരു തെര അല്ലെങ്കിൽ ഒരു കാറ്ററിഡ്ജ് എന്ത് ചെയ്യണം? അങ്ങ് കടിച്ചങ്ങ് പൊട്ടിക്കണം. അപ്പോൾ ഈ കാറ്ററിഡ്ജ് കടിച്ച് പൊട്ടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൽ ഇത് പെട്ടെന്ന് ഇളകി വരുന്നതിന് വേണ്ടിയിട്ട് ഒരു ലൂബ്രിക്കൻ്റായിട്ട് അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഇളകി വരുന്നതിന് വേണ്ടിയിട്ട് അതിലൊരു എണ്ണ അങ്ങ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഒരു നെയ്യ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ ഒരു കൊഴുപ്പ് എന്ന് പറയുന്നത് പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പാണ് എന്നുള്ളൊരു പ്രചരണം ശിപ്പായിമാരുടെ ഇടയിൽ ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു? അങ്ങ് അഴിച്ചങ്ങ് വിട്ടു. ശരിക്കും ശ്രദ്ധിക്കണേ, പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് ഇതെങ്ങനെ ഒരു പ്രശ്നമായിട്ട് മാറുക? പ്രശ്നമാണ്. കാരണം ഹിന്ദുക്കളെ സംബന്ധിച്ചിട്ട് പശു എന്ന് പറഞ്ഞാൽ ഒരു പുണ്യ മൃഗം എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനി മുസ്ലിങ്ങളെ സംബന്ധിച്ചിട്ട് പന്നി എന്ന് പറഞ്ഞാൽ ഏറ്റവും വെറുക്കപ്പെട്ടുള്ള ഹറാമായിട്ടുള്ള ഒരു മൃഗമാണ് പന്നി എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഈ 2 വിഭാഗം ആൾക്കാരുടെ ഉള്ളിലും എന്തുണ്ടാവും അല്ലേ? അവരുടെ മതവികാരം വ്രണപ്പെടും. കാരണം ഇത് വായിലായിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിട്ട് കുറച്ചൊരു പ്രശ്നമാണ് എന്നുള്ളത്. അപ്പോൾ ഇത് മുതലെടുത്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇവർക്കിടയിൽ ഒരു വർഗീയ ലഹള ഉണ്ടാക്കാൻ വേണ്ടി നിന്നത്. ഓക്കെ, അപ്പോൾ പുതുതായിട്ട് നൽകിയിട്ടുള്ള എൻഫീൽഡ് തോക്കുകളിൽ പശുവിൻ്റെയും പന്നിയുടെയും ആ തിരകളിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ദുഷ്പ്രചരണവും എന്തിന് കാരണമായിട്ടുണ്ട്? ഈ ഒരു കലാപത്തിന് കാരണമായിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. കാരണം അത് മതവികാരം വ്രണപ്പെടാൻ കാരണമാവും. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഈ 3 കാരണങ്ങൾ ആദ്യം പഠിച്ചു വെക്കുക. ഇനി നോക്കിയേ, ആദ്യത്തെ രക്തസാക്ഷി അല്ലെങ്കിൽ ഈ ഒരു കലാപം ഏറ്റവും ആദ്യം ഉണ്ടാകുന്നത് എവിടെയാണ് എന്നുള്ളതാണ്. ശരിക്കും ശ്രദ്ധിച്ച് വെക്കുക, ബംഗാളിലെ ബരക്പൂരിലാണ് ഇതിൻ്റെ ആദ്യത്തെ വെടി അങ്ങ് പൊട്ടുന്നത്. 1857 മാർച്ച് 29 അല്ലേ? മെയ് 10 കലാപം തുടങ്ങുന്നതെങ്കിലും ശരിക്കും തുടങ്ങുന്നപ്പോഴാണ് അത് 1857 മാർച്ച് 29 കാര്യം മനസ്സിലാക്കി വെക്കുക. എങ്ങനെ ബംഗാളിലെ ബരക്പൂരിൽ മംഗൾ പാണ്ഡെ എന്ന് പറയുന്ന ശിപ്പായിനെ അല്ലെങ്കിൽ പട്ടാളക്കാരനെ എന്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുന്നു? പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള എൻഫീൽഡ് തോക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുന്നു.
ഓക്കെ അല്ലേ? ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പഠിക്കണം എന്നില്ല. നിർബന്ധിച്ച ആളുടെ പേര് അല്ലെങ്കിൽ എന്താണ് ആ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ്റെ പേര് കേണൽ ബോ അല്ലേ? കേണൽ ബോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു? മംഗൾ പാണ്ഡെ എന്ന് പറയുന്ന പട്ടാളക്കാരനോട് പുതുതായിട്ട് കൊണ്ടുള്ള എൻഫീൽഡ് തോക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു തിര കടിച്ച് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുന്നു. മംഗൾ പാണ്ഡെ ആദ്യം എന്ത് ചെയ്യുന്നു? ഇതിനെ എതിർത്തു, എങ്കിലും പിന്നീട് എന്താണെന്ന് നിർബന്ധിക്കുന്നല്ലേ. എന്ത് ചെയ്തു? മംഗൾ പാണ്ഡെ ഈ സാധനം അങ്ങ് കടിച്ചങ്ങ് പൊട്ടിച്ച് നേരെ തിര അങ്ങ് ഫില്ല് ചെയ്ത് നേരെ ആർക്ക് നേരെ വെടിവെച്ചു. ഈ കേണൽ ബോ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് നേരെ വെടിവെച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ധൈര്യം എത്രത്തോളം ഉണ്ടാവും, മനസ്സിലായില്ലേ? അപ്പോൾ എന്തായാലും കേണൽ ബോ എന്ന് പറഞ്ഞ ആ ഒരു ഉദ്യോഗസ്ഥൻ ഏറ്റില്ല, വെടിയേറ്റില്ല. പകരം തൊട്ടപ്പുറത്തുണ്ടായിട്ടുള്ള ഒരു കുതിര അങ്ങ് മറിഞ്ഞങ്ങ് വീണു എന്ന് പറഞ്ഞാൽ ലക്ഷ്യം തെറ്റി. ഓക്കെ അല്ലേ? എന്തുതന്നെയായാലും മേലുദ്യോഗസ്ഥന് നേരെ വെടിവെച്ചു എന്ന കുറ്റം ആരോപിച്ചുകൊണ്ട് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് 1857 ഏപ്രിൽ 8 എന്ത് ചെയ്യുന്നു? മംഗൾ പാണ്ഡെനെ ഭരത്പൂരിൽ വെച്ചിട്ട് തൂക്കിക്കൊല്ലുന്നു. അതുകൊണ്ട് തന്നെ 1857 കലാപത്തിൻ്റെ ആദ്യത്തെ രക്തസാക്ഷി എന്നാലും മക്കളെ മംഗൾ പാണ്ഡെ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ? ഞാൻ ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു പോയിന്റുകൾ മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ അല്ലേ? ക്ലിയർ? യെസ്. അപ്പോൾ അതാണ് ഏറ്റവും ആദ്യം നമുക്ക് പറയാനുള്ളത്. രണ്ടാമതായിട്ട് നമുക്ക് പറയാനുള്ളത്, ഇതിൽ പല ആൾക്കാരും എന്തിട്ടുണ്ട്? പങ്കാളികളായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും രാജാക്കന്മാർ, കർഷകർ, കരകൗശല തൊഴിലാളികൾ എന്നിങ്ങനെ ഇന്ത്യൻ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ കലാപത്തിൽ പങ്കാളികളായി എന്നാണ് പറയുന്നത്. ബ്രിട്ടീഷ് ഭരണം രാജാക്കന്മാരെയും പ്രതികൂലമായിട്ട് ബാധിച്ചിരുന്നു. രാജാക്കന്മാർ, കർഷകർ, കരകൗശല തൊഴിലാളികൾ എന്നിവരെ ഇത് ബാധിച്ചിട്ടുണ്ട് അല്ലേ? അതിൽ രാജാക്കന്മാരെ പ്രത്യേകം എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. കാരണം എന്താണെന്ന് അല്ലേ? ദത്താവകാശ നിരോധന നിയമം വെച്ചുകൊണ്ട്, ദുർഭരണ കുറ്റം ആരോപിച്ചുകൊണ്ട് രാജാക്കന്മാരെ ഭയങ്കരമായിട്ട് ആര് ദ്രോഹിച്ചിട്ടുണ്ട്? ബ്രിട്ടീഷുകാർ ദ്രോഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക. ദത്താവകാശ നിരോധന നിയമം പഠിക്കേണ്ട ആവശ്യമില്ല. 1848 ഡൽഹൌസി പ്രഭു എന്ത് ചെയ്യുന്നത്? ദത്താവകാശ നിരോധന നിയമം കൊണ്ടുവരുന്നത് എന്താണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരും. ഓക്കെ അല്ലേ? അപ്പം നോക്കിയേ, രാജാക്കന്മാരും ഇതിൽ പങ്കാളികളായിട്ടുണ്ട് അല്ലേ? ഇവിടെ നോക്കുക, കുറച്ച് രാജാക്കന്മാരെയും അല്ലേ അവരുടെ ഹെൽപ്പേഴ്സിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ കാണിക്കുന്നുണ്ട്. ബഹദൂർ ഷാ രണ്ടാമൻ ഡൽഹിയിലാണ് അദ്ദേഹം എന്തിട്ടുള്ളത്? പ്രവർത്തിച്ചിട്ടുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അവസാനത്തെ മുഗൾ ചക്രവർത്തിയാണ് ആര്? ബഹദൂർ ഷാ രണ്ടാമൻ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, രണ്ടാമത്തെ ആളാണ് താന്തിയ തോപ്പി അല്ലേ? താന്തിയ തോപ്പിനെ പറഞ്ഞു കേട്ട മുന്നേ നമ്മൾ ഒരാളെ പരിചയപ്പെട്ടായിട്ടുണ്ട്, നാനാ സാഹേബ് അല്ലേ? നാനാ സാഹിബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, നാനാ സാഹിബിൻ്റെ കമാൻഡറായിരുന്നു ആര്? താന്തിയ തോപ്പി എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ നാനാ സാഹിബിനെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നാനാ സാഹിബ് എന്ന് പറഞ്ഞ ആൾ കാൺപൂരിലെ അവസാനത്തെ പേഷുവായിട്ടുള്ള ബാജിറാവു രണ്ടാമൻ്റെ ദത്തുപുത്രനായിരുന്നു. ആര്? നാനാ സാഹിബ് എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഈ ബാജിറാവു രണ്ടാമൻ്റെ മരണത്തിന് ശേഷം നാനാ സാഹിബിലേക്ക് ആ ഒരു സ്വാഭാവികമായിട്ട് എന്ത് വരണം? കാൺപൂരിൻ്റെ ആ ഒരു അധികാരം പരിധി അദ്ദേഹത്തിലേക്കാണ് വന്നു ചേരേണ്ടത്. പക്ഷേ ദത്താവകാശ നിരോധന നിയമം പ്രകാരം എന്ത് പറ്റൂല? നാനാ സാഹിബിന് ആ ഒരു അധികാരം കൊടുക്കാൻ വേണ്ടി പറ്റൂല. എന്താ കാരണം ബാജിറാവു രണ്ടാമന് ദത്തുപുത്രനാണ് നാനാ സാഹിബ് അല്ലേ? അതുകൊണ്ട് തന്നെ മകനല്ലല്ലോ, ദത്തുപുത്രനാണ്. അതുകൊണ്ട് നാനാ സാഹിബിന് അധികാരം നൽകാണ്ട് പറ്റില്ല എന്ന് ബ്രിട്ടീഷുകാർ പറയുന്നു. അങ്ങനെയാണ് നാനാ സാഹിബ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു കലാപത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നത്. ഈ നാനാ സാഹിബിൻ്റെ കമാൻഡർ ഇൻ ചീഫായിരുന്നു ആര്? താന്തിയ തോപ്പെ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. മനസ്സിലായില്ലേ? ഈ ഒരു കലാപത്തിൽ ഗറില്ല യുദ്ധമുറകൾ ഉപയോഗിച്ച ആളാണ് ആര്? താന്തിയ തോപ്പി എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഇനി ബീഗം ഹസ്രത് മഹലാണ് അല്ല, ഇവരെങ്ങനെ ഈ ഒരു കലാപത്തിൻ്റെ ഭാഗമാവുന്നത്? അവർ അവധ് എന്ന് പറഞ്ഞ നാട്ടുരാജ്യത്തിൻ്റെ രാജാവായിട്ടുള്ള വാജിദ് അലി ഷായുടെ ഭാര്യയാണ്. ഈ വാജിദ് അലി ഷാനെ എന്ത് ചെയ്യുന്നു? ബ്രിട്ടീഷുകാർ നാട് കടത്തുന്നുണ്ട്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ബീഗം ഹസ്രത് മഹൽ എന്ത് ചെയ്യുന്നത്? ഈ ഒരു കലാപത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നത്. നാലാമത്തെ ആൾ ഏറ്റവും പ്രധാനപ്പെട്ട ആരാണ്? റാണി ലക്ഷ്മിഭായ് അല്ലേ? മണികർണിക എന്നാണ് അവരുടെ ശരിക്കും പേരെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഝാൻസിയിലെ ഗംഗാധർ റാവുവിൻ്റെ ഭാര്യ ആയതിനു ശേഷമാണ് മണികർണിക എന്തായിട്ട് മാറുന്നത്? റാണി ലക്ഷ്മിഭായി ആയിട്ട് മാറുന്നത്. ഇനി ഇവരെങ്ങനെ ഈ ഒരു കലാപത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നത്? അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലാക്കി വെച്ചാൽ മതി. ഗംഗാധർ റാവുവിനും റാണി ലക്ഷ്മിഭായിക്കും ഒരു കുട്ടി ആദ്യം ജനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു 6 മാസം കഴിയുന്ന സമയത്ത് ആ കുട്ടി അങ്ങ് മരിച്ചുപോയി. അധികം വൈകാതെ
ഗംഗാധര റാവു എന്ത് ചെയ്യുന്നു, അങ്ങ് മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. കുട്ടി മരിച്ചതോട് കൂടിയിട്ട് ഇവർക്ക് രണ്ടാമത് മറ്റൊരു കുട്ടീനെ ദത്തെടുക്കാനുള്ള അവകാശം ഉണ്ടാവില്ല. എന്താ കാരണം? ഇതാ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ദത്താവകാശ നിരോധന നിയമം 1848 അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ദത്ത് എടുക്കാനുള്ള അവകാശം ഇവർക്ക് ലഭിക്കാത്ത സാഹചര്യത്തിൽ അവരെന്ത് ചെയ്യുന്നു, ബ്രിട്ടീഷുകാർക്കെതിരെ അങ്ങ് പടപൊരുതാൻ വേണ്ടിയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടുന്ന ഒരു സാധനം എന്ന് പറയുന്നത്, ജനറൽ ഹ്യൂ ക്രോസ് എന്ന് പറയുന്ന ആളാണ് ഝാൻസി റാണിനെ എന്ത് ചെയ്യുന്നത്, തോൽപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ദ മോസ്റ്റ് ഡേഞ്ചറസ് ഓഫ് ഓൾ ഇന്ത്യൻ റെബൽ ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തെന്ന്, ഇന്ത്യൻ വിപ്ലവകാരികളിൽ ഏറ്റവും അപകടകാരിയായിട്ടുള്ള വ്യക്തി എന്നാണ് ജനറൽ ഹ്യൂ ക്രോസ് ആരെ വിശേഷിപ്പിച്ചത്, റാണി ലക്ഷ്മിബായിനെ വിശേഷിപ്പിച്ചത്. മനസ്സിലായില്ലേ? ഒരു ജനറൽ ആയിട്ടുള്ള ഒരാൾ ഒരു സ്ത്രീനെ ആ ഒരു രീതിയിൽ വിശേഷിപ്പിക്കണമെങ്കിൽ അവരുടെ റേഞ്ച് ഏത് ലെവലായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അത്രയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ആര്, റാണി ലക്ഷ്മിബായി എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എന്തുതന്നെയായാലും രാജാക്കന്മാർ, കർഷകർ, കരകൗശല തൊഴിലാളികൾ എന്നിവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ പങ്കാളികളായിട്ടുണ്ട് അല്ലേ. ദത്താവകാശ നിരോധന നിയമവും ദുർബല കുറ്റം ആരോപിച്ചുകൊണ്ട് മാക്സിമം ബ്രിട്ടീഷുകാർ രാജാക്കന്മാരെ എന്ത് ചെയ്തിട്ടുണ്ട്, യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താണെന്ന് അവരേറ്റവും കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. മാത്രമല്ല ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു ഈ ഒരു കലാപത്തിൻ്റെ യഥാർത്ഥ ശക്തി അല്ലേ. ഇവരുടെ ഇടയിൽ, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ഇടയിൽ എന്താണ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മാക്സിമം ആര് നോക്കിയിട്ടുണ്ടായിരുന്നു, ബ്രിട്ടീഷുകാർ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും വിലപ്പോയില്ല. എന്താ കാരണം? ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെ ഇടയിലുണ്ടായിട്ടുള്ള ആ ഒരു ഐക്യമായിരുന്നു എന്താണ് യഥാർത്ഥ ശക്തി എന്നാണ് പറയുന്നത്. ക്ലിയർ ആയില്ലേ? യെസ്. അങ്ങനെ ഡൽഹി പിടിച്ചെടുത്തുള്ള കലാപകാരികൾ ബഹദൂർ ഷാ രണ്ടാമനെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചു. കലാപത്തിന് പ്രധാന കേന്ദ്രങ്ങൾ അതൊക്കെയാണ് താഴെ പറഞ്ഞത്. എന്തായാലും ബഹദൂർ ഷാ രണ്ടാമൻ ഡൽഹിയിലാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഝാൻസിയിൽ ആരാണ്, റാണി ലക്ഷ്മിബായി ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ലക്നൌവിൽ ബീഗം ഹസ്രത് മഹൽ, കാൺപൂരിൽ നാനാ സാഹിബ് താന്തിയ തോപ്പെ, ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള. പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണെന്ന് പഠിച്ചു വെക്കണം. ഇനി ഇതിൻ്റെ ഫലം എന്തായിരുന്നു എന്നുള്ളതാണ് അല്ലേ. 1857 കലാപത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ് മക്കളെ, ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലായില്ലേ? കാരണം 1857 വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ഭരണം ആരുടെ കയ്യിലായിരുന്നു ഉണ്ടായിട്ടുള്ളത്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിലായിരുന്നു ഉണ്ടായിട്ടുള്ളത്. 1857 കലാപം നടന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റം എന്താണ്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. ഓക്കെ അല്ലേ? ഇത് അതിൻ്റെ ഫലമാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ക്ലിയർ? യെസ്. ഇനി ലാസ്റ്റ് ഒന്നും കൂടി പറയേണ്ടതാണ് അല്ലേ, ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തിൻ്റെ ഏറ്റവും തീവ്രമായിട്ടുള്ള ഘട്ടം 1857 ശേഷമായിരുന്നു എന്നുകൂടി അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് അല്ലേ. അതിനർത്ഥം എന്താണ്, 1857 ശേഷം ഇന്ത്യക്കാർ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ആർക്കെതിരായിട്ട്? ബ്രിട്ടീഷുകാർക്കെതിരായിട്ട്. സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യും അല്ലേ, അവരൊന്നുകൂടി ചൂഷണം ചെയ്യും. എന്തായാലും റിയാക്ട് ചെയ്യാൻ തുടങ്ങിയില്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, മാക്സിമം ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ ചൂഷണം ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാരുടെ ചൂഷണം തിരിച്ചറിയുന്നു. അതാണ് നമ്മളുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇന്ത്യക്കാരൻ്റെ ഉള്ളിൽ എന്ത് വളരാൻ വേണ്ടി തുടങ്ങി, ദേശീയത എന്ന് പറഞ്ഞൊരു വികാരം വളരാൻ വേണ്ടി തുടങ്ങി. എടാ, ഇത്രയും കാലമായിട്ട് ഇവർ നമ്മളിങ്ങനെ ഭരിക്കുകയല്ലേ ചെയ്യുന്നത്, ആര്, ബ്രിട്ടീഷുകാർ. നമ്മളൊരു അടിമകളെ പോലെ ഇങ്ങനെ കഴിയുക ചെയ്യുന്നത് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇന്ത്യക്കാരാണെന്നുള്ളൊരു ബോധമുണ്ടായി, ദേശീയത വളർന്നു. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ടോപ്പിക്കാണെന്തെന്ന്, ദേശീയത. ഈ ചാപ്റ്ററിൽ നമുക്ക് ആവശ്യമുണ്ട്. അടുത്ത ചാപ്റ്റർ സംസ്കാരവും ദേശീയതയും, അതിൽ നമുക്ക് എന്തുണ്ട്, ആവശ്യമുണ്ട്. അപ്പോൾ പഠിച്ചു വെക്കണം ദേശീയത. എന്താ ദേശീയത എന്ന് പറഞ്ഞാൽ, ജാതി മത വർഗ പ്രാദേശിക വ്യത്യാസങ്ങൾക്ക് അതീതമായി ഒരു രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഐക്യബോധമാണെന്തെന്ന് ദേശീയത. ഓക്കെ, പറഞ്ഞ ജാതി മത വർഗ പ്രാദേശിക വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ട് ഒരു രാജ്യത്തെ ജനങ്ങൾക്കിടയിലുള്ള മാനസികമായിട്ടുള്ള ഐക്യം, അതിന് നമുക്കെന്ത് പറയാം, ദേശീയത എന്ന് പറയാം. ഈ ദേശീയതയുടെ പ്രകടിത രൂപമായിട്ട് വളർന്നു വന്നൊരു പ്രസ്ഥാനമുണ്ട് മക്കളെ, പഠിച്ചു വെക്കണം, നിർബന്ധമാണ്, ഓർത്തു വെച്ചോ. INC അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ INC അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചിട്ടുള്ള വർഷം പഠിച്ചു വെച്ചോ, 1885. ഇതിൻ്റെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്, ബോംബെയിൽ വെച്ചിട്ടാണ്. പൂനെയിൽ വെച്ച് നടക്കാനാണ് ആദ്യം തീരുമാനിച്ചത്,
പക്ഷേ അവിടെ പ്ലേഗൊക്കെ എന്താണെന്ന് പടർന്ന് പിടിക്കുന്നത് കൊണ്ട് പൂനെ നേരെ എങ്ങോട്ടേക്ക് മാറ്റി, ബോംബെയിലേക്ക് മാറ്റി. അതുകൊണ്ട് തന്നെ INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ് മക്കളെ? ബോംബെയിൽ വെച്ചിട്ടാണ്. ഏത് വർഷം? 1885. ഓക്കെ അല്ലേ? ഇനി ഇതിൽ പങ്കെടുത്തുള്ള പ്രതിനിധികളുടെ എണ്ണം എത്ര? പഠിച്ചു വെച്ചോ. 72 പ്രതിനിധികൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് INCയുടെ. ഞാൻ ഇനി പറയുമ്പോൾ INC എന്ന് പറയണേ, മനസ്സിലാക്കി വെക്കുക, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ പങ്കെടുത്തുള്ള ആദ്യത്തെ അല്ലെങ്കിൽ പ്രതിനിധികളുടെ എണ്ണം എത്രയാണ്? 72 എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ? ആരാ INC രൂപീകരിച്ചതിന് അറിയാം? AO ഹ്യൂം. കേട്ടിട്ടുണ്ടോ? AO ഹ്യൂം, അലൻ ഒക്ടേവിയൽ ഹ്യൂം എന്ന് പറയുന്ന AO ഹ്യൂമാണ് INC രൂപീകരിക്കുന്നത്. ഇതിൻ്റെ കേട്ടിട്ടുണ്ട് ഇത്? AO ഹ്യൂം ഇന്ത്യൻ ഓർണിത്തോളജിയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? AO ഹ്യൂമാണ്. ഇദ്ദേഹമാണ് INCയുടെ സ്ഥാപകൻ. ഓക്കെ, അതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? WC ബാനർജി, വൊമേഷ് ചന്ദ്ര ബാനർജി എന്ന് പറയുന്ന WC ബാനർജിയാണ് ഇതെന്ന് INCയുടെ ആദ്യത്തെ പ്രസിഡന്റ്. പഠിക്കേണ്ട ആവശ്യമില്ല, രണ്ടും പഠിക്കണ്ട. ഓക്കെ അല്ലേ? ഇത് പഠിക്കണേ. 855 രൂപീകരിച്ചു. ബോംബെ ആണ് ആദ്യത്തെ സമ്മേളനം നടക്കുന്നത്. 72 പ്രതിനിധികൾ ഇതിൽ പങ്കെടുത്തു. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ 1885 മുതൽ 47 വരെയുള്ള ആ ഒരു സമയത്ത്, 47 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെയുള്ള ആ ഒരു സമയത്ത് ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നേതൃത്വപരമായിട്ടുള്ള പങ്ക് വഹിച്ച ഒരു പ്രസ്ഥാനമായിരുന്നു ഇതെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി ചൂഷണം തിരിച്ചറിയുന്നു അല്ലേ? ചൂഷണം തിരിച്ചറിയുന്നു. സാമ്പത്തികമായുള്ള ചൂഷണം എന്ത് ചെയ്യുന്നു? തിരിച്ചറിയുന്നു. ആദ്യമായിട്ട് ഈ ബ്രിട്ടീഷുകാർ നമ്മളെ ഏത് രീതിയിലാണ് സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്തത് എന്ന് ആദ്യമായിട്ട് ഇന്ത്യക്കാരെ ബോധ്യപ്പെടുത്തിയ ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണിതെന്ന് ദാദാഭായ് നവറോജി. ഓക്കെ, തൊട്ട് മേലത കാണുന്നില്ലേ? ദാദാഭായ് നവറോജിയും രമേഷ് ചന്ദ്ര ദത്തും അല്ലേ, RC ദത്ത് എന്ന് പറയും. ഈ 2 ആൾക്കാരും ചേർന്നിട്ട് ഒരു പുസ്തകം എഴുതി. അതിൻ്റെ പേരാണ് മക്കളെ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഓക്കെ, ഈ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ പുസ്തകത്തിലാണ് എന്തുള്ളത്? ചോർച്ചാ സിദ്ധാന്തമുള്ളത്. ഇപ്പോൾ ഞാൻ ചോദിക്കുന്ന സമയത്ത് പല കുട്ടികളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്താണ് ദാദാഭായ് നവറോജിയുടെ പുസ്തകം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചോർച്ചാ സിദ്ധാന്തം എന്ന് പറയും. ഇത് പുസ്തകമല്ല, പുസ്തകത്തിലുള്ളൊരു തിയറിയാണിതെന്ന് ചോർച്ചാ സിദ്ധാന്തം. ഏതാ പുസ്തകം? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഓക്കെ, എഴുതിയത് ദാദാഭായ് നവറോജി അല്ലേ? അതിലുള്ള ഒരു സിദ്ധാന്തം മാത്രമാണെന്ന് ചോർച്ചാ സിദ്ധാന്തം എന്ന് പറയുന്നത്. മനസ്സിലായി? ഡ്രെയിൻ തിയറി എന്ന് പറയും. അതിൽ ദാദാഭായ് നവറോജി പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഗംഗയിലെ വെള്ളം സ്പോഞ്ച് കൊണ്ട് മുക്കിയെടുത്ത് തേംസിൽ കൊണ്ടുപോയിട്ട് പിഴിയുക, അതുപോലെയാണ് ഇന്ത്യയിലുള്ള സമ്പത്ത് മുഴുവൻ ബ്രിട്ടീഷുകാർ കൊണ്ടുപോയത്. മനസ്സിലായി? അത് ഒരു ഉപമ എന്ന രീതി പറഞ്ഞാൽ അത് ഇവിടുന്ന് ഗംഗയിലെ വെള്ളം എടുത്ത് കൊണ്ടുപോയി പ്രാന്തൊന്നുമില്ലല്ലോ. അപ്പോൾ എന്തായാലും അതൊരു ഉപമ ആയിട്ട് പറഞ്ഞതാണ്. ഓക്കെ അല്ലേ? എന്തായാലും മനസ്സിലാക്കി വെക്കുക, ദാദാഭായ് നവറോജിയുടെ പുസ്തകം പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അതിൽ പറഞ്ഞ സിദ്ധാന്തമാണേത്? ചോർച്ചാ സിദ്ധാന്തം. ക്ലിയർ അല്ലേ? ഇനി ഏത് രീതിയിലാണ് ഇന്ത്യൻ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ചോർന്നത്? അല്ല, ഈ ഒരു പുസ്തകത്തിൽ പറയുന്ന കാര്യമാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അതായത് ഇന്ത്യൻ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ചോർന്നത് എങ്ങനെയാണെന്ന് മക്കളെ ഒരു 4 പോയിന്റ് പഠിച്ചു വെക്കണേ. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം, നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഓക്കെ അല്ലേ? ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി, ഇതാണ് ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത്. ഇന്ത്യയിലുള്ള അസംസ്കൃത വസ്തുക്കൾ മൊത്തം എങ്ങോട്ടേക്ക് അടിച്ചു മാറ്റി കൊണ്ടുപോയി? ബ്രിട്ടനിലേക്ക് അവർ അടിച്ചു മാറ്റി കൊണ്ടുപോയി. രണ്ടാമത്തേത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ നൽകുന്ന ശമ്പളവും പെൻഷനും. മക്കളെ, ഈ ബ്രിട്ടനിലുള്ള ഉള്ള ആൾക്കാരല്ലേ ഇന്ത്യയിൽ വന്നിട്ട് ഓഫീസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ത് കൊടുക്കണം? ശമ്പളം കൊടുക്കണ്ടേ? ശമ്പളം കൊടുക്കണം. പിന്നെയോ പെൻഷൻ കൊടുക്കണ്ടേ? പെൻഷൻ കൊടുക്കണം. ഇത് എവിടുന്ന് കിട്ടുന്ന പൈസ? ഇന്ത്യക്കാരിൽ നിന്നും പിരിച്ചെടുക്കുന്ന നികുതികളും മറ്റുമാണ് അല്ലേ? ആ ഒരു പൈസയും മറ്റുമാണ് എന്ത് ചെയ്യുന്നത്? ഈ ഉദ്യോഗസ്ഥർക്ക് നൽകുന്നത് ശമ്പളമായിട്ടും പെൻഷനായിട്ടും. അങ്ങനെയും ഒരുപാട് പണം എങ്ങോട്ടൊക്കെ ചോർന്ന് പോയിട്ടുണ്ട്? ഇംഗ്ലണ്ടിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മൂന്നാമത്തേത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുക വഴി അവർക്ക് ലഭിച്ചിട്ടുള്ള ലാഭം അല്ലേ? കണ്ടമാനം എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ വ്യാവസായിക വിപ്ലവമൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷ് യന്ത്രനിർമ്മിതമായിട്ടുള്ള തുണിത്തരങ്ങൾ വന്നു എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? യെസ്, അതേപോലെ ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വന്നിട്ടുണ്ട്, അവർ വിറ്റഴിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ലാഭവും എങ്ങോട്ടേക്ക് ഒഴുകിപ്പോയി? ബ്രിട്ടനിലേക്ക് ഒഴുകിപ്പോയി. നാലാമത്തേത് ഇന്ത്യയിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതി. മൊത്തം ഈ പൈസ മൊത്തം എങ്ങോട്ടേക്ക് പോവുക?
അങ്ങ് ഇംഗ്ലണ്ടിലേക്കാണ് പോവുക. ഓക്കെ അല്ലേ? അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് എന്തിട്ടുള്ളത്, ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ ചൂഷണം ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കേണ്ടുന്ന സാധനം എന്ന് പറഞ്ഞത്, ഒന്ന് എന്താണ് ദേശീയത, രണ്ട് ദാദാഭായ് നവറോജി രമേശ് ചന്ദ്ര ദത്തിൻ്റെയും പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ, അതിൽ പറഞ്ഞ ചോർച്ച സിദ്ധാന്തം, എങ്ങനെയാണ് ഇന്ത്യയിൽ നിന്ന് സമ്പത്ത് മുഴുവൻ ബ്രിട്ടീഷ് അല്ലെങ്കിൽ എന്താണ് ഇംഗ്ലണ്ടിലേക്ക് ചോർന്നു പോയത്. അത്ര പോര കാര്യമാണ് നമുക്കവിടെ പഠിക്കാനുള്ളത്. അടുത്തത് സ്വദേശി പ്രസ്ഥാനം. സ്വദേശി പ്രസ്ഥാനം എന്ന് കേട്ട ഉടനെ നിങ്ങൾ ചിന്തിക്കേണ്ടുന്ന ഒരു വർഷം 1905. 1905 ബംഗാളിനെ ബ്രിട്ടീഷുകാർ വിഭജിച്ചു. അപ്പോൾ ഈ ഒരു വിഭജനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധം എന്ന് പറഞ്ഞതായിരുന്നു സ്വദേശി പ്രസ്ഥാനം എന്ന് പറഞ്ഞത്. സ്വദേശി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി വെക്കുക, ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക, തദ്ദേശീയമുള്ള വസ്തുക്കൾ ഉപയോഗിക്കുക. ഇതാണ് എന്തിൻ്റെ ഒരു സം ടോട്ടൽ എന്ന് പറയുന്നത്, സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഒരു സം ടോട്ടൽ എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ 1905 ബ്രിട്ടീഷുകാർ ബംഗാളിനെ വിഭജിച്ചതിനായിട്ട് ആരംഭിച്ചിട്ടുള്ള സമരത്തിൻ്റെ പ്രധാന രീതി എന്തായിരുന്നു, ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയും തദ്ദേശീയ വസ്തുക്കളുടെ ഉപയോഗവുമായിരുന്നു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് എന്തുണ്ടായി, ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് വിദേശ വസ്തുക്കൾ മൊത്തം എന്ത് ചെയ്തു, അങ്ങ് ബഹിഷ്കരിക്കാൻ വേണ്ടി തുടങ്ങി. എന്ന് പറഞ്ഞാൽ കറക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ശേഖരിച്ച് വെച്ചിട്ട് അതെല്ലാം ഒന്നിച്ച് തീയിട്ടങ്ങ് നശിപ്പിക്കും. മനസ്സിലായോ? അപ്പോൾ എന്താണ്, വിദേശ വസ്തുക്കൾ മൊത്തം അങ്ങ് തീയിട്ട് നശിപ്പിക്കാൻ വേണ്ടി തുടങ്ങി. മാത്രമല്ല അല്ലേ, സ്വദേശിയമുള്ള വസ്തുക്കൾ എന്ത് ചെയ്യുക, മാക്സിമം അവർ ഇന്ത്യക്കാർ മാക്സിമം പ്രൊമോട്ട് ചെയ്യാനും തുടങ്ങി എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെ സ്വദേശീയ വസ്തുക്കൾ അല്ലെങ്കിൽ വ്യവസായങ്ങളൊക്കെ മെല്ലെ മെല്ലെ ഇന്ത്യയിൽ വളർന്നു വരാൻ വേണ്ടി തുടങ്ങി അല്ലേ. ഏത് രീതിയിൽ, ഇപ്പോൾ തുണി മില്ലുകളുടെ രൂപത്തിലായാലും, സോപ്പ് കമ്പനികളുടെ രൂപത്തിലായാലും, ദേശീയ ബാങ്കുകളുടെ രൂപത്തിലായാലും, തീപ്പെട്ടി കമ്പനികൾ, ഇൻഷുറൻസ് കമ്പനികൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് തദ്ദേശീയമായിട്ടുള്ള ഉൽപ്പന്നങ്ങളും ഫാക്ടറികളും ഒക്കെ ഇന്ത്യയിൽ വളർന്നു വന്നു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടുന്ന ഒരു 3 കമ്പനികൾ, ഫാക്ടറികളുണ്ട്. നോക്കി ഏതൊക്കെയാണ്. ഒന്നാമത്തേത് ബംഗാളി കെമിക്കൽ സ്റ്റോർ അല്ലേ, ഒരു സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ വളർന്നു വന്നിട്ടുള്ള സംഗതിയാണെന്ന് ബംഗാളി കെമിക്കൽ സ്റ്റോർ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്തേത് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി അല്ലേ, പറയേണ്ട ആവശ്യമില്ലല്ലോ, ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി അല്ലേ. മൂന്നാമത്തേത് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി. ആദ്യമായിട്ട് ഇന്ത്യക്കാർക്ക് ഒരു കപ്പൽ നിർമ്മാണശാല ഉണ്ടാകുന്ന എവിടെയാണ്, അത് തമിഴ്നാട്ടിലാണ്. വി.ഒ. ചിദംബരം പിള്ള അല്ലേ, അദ്ദേഹമാണ് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനിയുടെ സ്ഥാപകൻ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് 3 പഠിച്ചു വെക്കണേ. ബംഗാളി കെമിക്കൽ സ്റ്റോർ, ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി. ക്ലിയർ? യെസ്. ഇനി അടുത്തെന്താണ്, ഇത് മനസ്സിലായി നിങ്ങൾക്ക്? അതായത് എന്താണ് സ്വദേശി പ്രസ്ഥാനം മനസ്സിലായില്ലേ? സ്വദേശി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ സ്വദേശിയമുള്ള എന്ത് ചെയ്യുക, ഉൽപ്പന്നങ്ങൾ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക, ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യുക, ബഹിഷ്കരിക്കുക. അത്ര മാത്രമേ ഉള്ളൂ. ഇനി സ്ത്രീകളും തൊഴിലാളികളും വിദ്യാർത്ഥികളും ഒക്കെ എന്തിട്ടുണ്ട്, ഇതിൽ പങ്കാളികളായിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ വിദേശ വസ്ത്രങ്ങൾ അലക്കുകയില്ല എന്ന് ആര് പറയുന്നുണ്ട്, അലക്കുകാർ പറയുന്നുണ്ട്. സ്ത്രീകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ആഭരണങ്ങൾ, വളകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പരസ്യമായിട്ട് ഉപേക്ഷിച്ചിട്ടുണ്ട് അല്ല. വിദേശീയമായിട്ടുള്ള ഉൽപ്പന്നങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ വേണ്ട എന്ന് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വിദേശ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് പൂജ നടത്തൂല എന്നാര് പറയുന്നുണ്ട്, പുരോഹിതന്മാർ പറയുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ ഇപ്പം പറഞ്ഞ പോലെ തന്നെ വളകൾ, പാത്രങ്ങൾ, ഇതൊക്കെ ബഹിഷ്കരിച്ചു ആര്, സ്ത്രീകൾ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. വിദ്യാർത്ഥികൾ, നിങ്ങളെപ്പോലുള്ള കുട്ടികൾ എന്ത് പറഞ്ഞു, നമ്മൾ സ്കൂളിൽ പോകില്ല എന്ന് പറഞ്ഞു അല്ലേ. എങ്ങനെ സ്കൂളിൽ പോകില്ല, ബ്രിട്ടീഷുകാരുടെ സ്കൂളിലേക്ക് നമ്മൾ പോകില്ല എന്ന് പറഞ്ഞു. സുഖമല്ലേ? അടുത്തത് ഇത്ര പോലെ കാര്യമാണെന്ന് നമുക്ക് അവിടെ പറയാനുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ സ്ത്രീകളും തൊഴിലാളികളും വിദ്യാർത്ഥികളും ഒക്കെ ഇതിൽ പങ്കാളികളായിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ? അടുത്തെന്താണ്, സ്വദേശി പ്രസ്ഥാനത്തോട് കൂടിയിട്ട് ഇന്ത്യൻ ദേശീയത കൂടുതൽ ശക്തിപ്പെട്ടു. ആ ഒരു വികാരം, ദേശീയത എന്ന് പറഞ്ഞൊരു വികാരം ശക്തമായിട്ട് എല്ലാവരുടെയും ഉള്ളിലങ്ങ് അല്ലേ ആഴത്തിൽ പതിയാൻ വേണ്ടി തുടങ്ങി എന്നാണ് പറയുന്നത്. അടുത്തത് ബാലഗംഗാധര തിലക്, ലാലാ ലജപത് റായ്, ബിപിൻ ചന്ദ്രപാൽ എന്നിവർ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഊന്നി പറഞ്ഞു. ഈ 3 പേരുകളൊന്ന് നോക്കിയേ, ലാലാ ലജപത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ അല്ലേ. ഈ 3 ആൾക്കാരാണ് മക്കളെ ചരിത്രത്തിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നത്, ലാൽ പാൽ ബാൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ലാൽ എന്ന് പറഞ്ഞാൽ ലാലാ ലജപത് റായ്, പാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിപിൻ ചന്ദ്രപാൽ അല്ലേ, ബാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലഗംഗാധര തിലക്.
ഓക്കെ അല്ലേ? അതിൽ ബാലഗംഗാ തിലകാണെന്ന് പറഞ്ഞിട്ടുള്ളത് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ മുമ്പേ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഇത്ര പോലെയാണ് മക്കൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതൊന്ന് കമൻറ്റിലൊന്ന് ചോദിക്കുക. ക്ലിയർ? ഞാൻ ഈ വലത് ഭാഗത്ത് എഴുതിയുള്ള ആ പോയിന്റുകൾ മാത്രം വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, അത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ടെക്സ്റ്റുമായിട്ടുള്ള ആ ഒരു ബന്ധം ഒരു കാരണവശാലും ഇടാൻ വേണ്ടി പാടില്ല. മാക്സിമം എത്രത്തോളം നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുന്നോ അത്രത്തോളം എന്താണ് നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടുന്ന കാര്യം എന്തിട്ടുണ്ട് ആയിട്ടുണ്ട്. ഇനി റിവിഷൻ എന്ന രീതിയിൽ ഒരു ക്ലാസ് കൂടി സെറ്റ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും അത് എന്ത് ചെയ്യാം, നമുക്ക് വരും ദിവസങ്ങളിൽ ഏതെങ്കിലും ദിവസം നമുക്ക് നോക്കാം. ഓക്കെ.